ഹലോ, ഇന്ന് ഓഗസ്റ്റ് 15 മാധവന്റെ സ്വർഗാരോഹണ തിരുനാള്. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ ഈ പള്ളിയിലേക്ക്, കാറിന് കേട്ടോ. അപ്പം ഇവിടെ നല്ല രസമാണ് ഈ സ്ഥലം കാണാനായിട്ട്. ഒരു ഗ്രോട്ടോ ആണിത്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഗ്രോട്ടോ. അപ്പം ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ. അപ്പം ഇവിടെ വർഷത്തിൽ ഒരു തവണ മാത്രമാണ് കുർബാന നടത്താറുള്ളൂ. രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളാണ്. ഇന്ന് കുറച്ച് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് വെയിലുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ അതിനനുസരിച്ചാണ് ഇരുന്നത്. അല്ലാതെ കഴിഞ്ഞ വർഷമൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ, ഈ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് അച്ഛനത്തൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തന്നെ ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു കല്ല് അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കാണിച്ചത്. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ കൂടി തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമാണല്ലോ തിരി കത്തിക്കുക എന്നുള്ളത്, അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും കൂടെ കൂടി തിരിയൊക്കെ കത്തിച്ചു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ടു കേട്ടോ. അതിൻ്റെ ഒച്ചയൊക്കെ നമ്മുടെ കുർബാനയുടെ ഇടയ്ക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പം അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഒപ്പം തന്നെ അവരും നമ്മുടെ കൂടെ പാട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. കാരണം ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണല്ലോ, നമ്മുടെ ചർച്ച് പോലെ ക്ലോസ്ഡ് അല്ലല്ലോ. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അപ്പുറത്തെ സ്ഥലം വേറെ ആൾക്കാരുടെയാണ്. അങ്ങനെ അപ്പം കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിയൊക്കെ കത്തിച്ച് പിന്നെ അവിടെ ചെറിയ ഇങ്ങനെ നമുക്ക് കുറച്ച് എന്താ പറയുക ജ്യൂസും ബിസ്ക്കറ്റും അങ്ങനെ വൈൻ വേണ്ടവർക്ക് വൈന്, അതിവിടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു ആഘോഷങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ കുർബാനയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു ചെറിയ വെള്ളവും ജ്യൂസും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ, ബൈ ബൈ.